ജാസ്മിൻ്റെ കഴുത്തിൽ രണ്ട് കൈകൊണ്ടും ഞെരിക്കുകയും ഭിത്തിയിലേക്ക് ചേർത്ത് വയ്ക്കുകയുമാണ് ഉണ്ടായത്. അവിടെ വെച്ച് ഈ സമയം ജാസ്മിൻ അബോധാവസ്ഥയിലാവുകയും അവിടെ നിലത്തേക്ക് വീഴുകയും ചെയ്തു. ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന അമ്മയും വല്യമ്മയും വല്യച്ഛനും പരിഭ്രാന്തരായി. അവരെ ഇനി നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട, മുറിയിലേക്ക് പോക്കൂ, കിടന്നോളൂ എന്ന് പറഞ്ഞ് ജോസ്മോൻ തന്നെയാണ് അപ്പുറത്തേക്ക് മാറ്റിയത്. പിന്നീട് കഴുത്തിൽ കയറി പിടിച്ച സമയത്ത് ആ പെൺകുട്ടി ബോധരഹിതയായി താഴെ വീഴുന്നു. ബാക്കിയുള്ള കുടുംബക്കാരൊക്കെ അവിടെ നിപ്പുണ്ട്. വല്യമ്മയും വല്യച്ഛനും ആ പെൺകുട്ടിയുടെ അമ്മയൊക്കെ നിപ്പുണ്ട്. അവരോടല്ല ഇയാൾ പറയുകയാണ് നിങ്ങൾ പോയി കിടന്നുറങ്ങിക്കോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പോയി കിടന്നങ്ങ് ഉറങ്ങുമോ? എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക, കൂടാതെ വീഡിയോയ്ക്കൊരു ലൈക്കൊക്കെ തരിക. ഇന്നലെ എൻ്റെ സ്വന്തം നാടായ ആലപ്പുഴയിൽ നടന്ന ഒരു ക്രൂരകൃത്യവുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏഞ്ചൽ ജാസ്മിൻ എന്ന് പറയുന്ന പെൺകുട്ടിയെ അവളുടെ സ്വന്തം പിതാവായ ജോസ്മോൻ ഇല്ലാതാക്കിയതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ. എന്നാൽ ആ വീഡിയോ ഞാൻ ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ ചാനൽ കാണുന്ന ഒരുപാട് പ്രിയപ്പെട്ട അച്ഛനമ്മമാരുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ള, സ്വന്തം മക്കളെ എങ്ങനെ നോക്കണം, അല്ലെങ്കിൽ മക്കളുമായി ഇടപെടുമ്പോൾ മക്കൾക്ക് ഇന്നത്തെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അതൊന്നും മനസ്സിലാക്കാതെ മക്കളോട് ഒരു രീതിയിലും മോശമായി ബിഹേവ് ചെയ്യരുത്. കല്യാണം കഴിഞ്ഞ് എന്തെങ്കിലും പ്രശ്നമുണ്ടായി വീട്ടിൽ വന്ന് നിൽക്കുന്ന മക്കളോട് അവരെ വീണ്ടും വീണ്ടും ചൊറിഞ്ഞ് അവരെ ഉപദ്രവിക്കരുത്, അവരുടെ പീസ് ഓഫ് മൈൻഡ് കളയരുത്, അല്ലെങ്കിൽ അവരെ വീണ്ടും അവരുടെ ഇഷ്ടമില്ലാതെ ഒരു പുതിയ വിവാഹത്തിലേക്ക് പുഷ് ചെയ്യരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ഇന്നലെ ഞാൻ ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ കൂടുതലും പറഞ്ഞിരുന്നത്. എന്നാൽ ആ ഒരു ക്രൂരകൃത്യവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് ഡീറ്റെയിൽ അനലൈസിസ് ചെയ്യാൻ പോയില്ല. എന്നാൽ ഇന്ന് രാവിലെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ന്യൂസ് ചാനലിലൊക്കെ, മെയിൻ സ്ട്രീം ചാനലിലൊക്കെ കുറച്ച് വാർത്തകൾ വന്നപ്പോഴാണ് ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഈ വിഷയത്തെ പറ്റി ഒന്ന് പഠിച്ചു. എനിക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വിഷയവുമായി, ഈ ഒരു കൃത്യവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് തോന്നി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. കാരണം ഇന്ന് രാവിലത്തെ വാർത്തയിലൊക്കെ ഞാൻ കേൾക്കുന്നു, ആ ഒരു പെൺകുട്ടിയെ ഈ ഒരു പിതാവ് ഇല്ലാതാക്കിയ സമയത്ത്, അല്ലെങ്കിൽ പോലീസുകാരോട് ഈ പിതാവ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഈ കൃത്യത്തെ പറ്റി, ഈ കുട്ടിയെ ഇദ്ദേഹം ഇല്ലാതാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കഴുത്ത് ഞെരിച്ച സമയത്ത് ആ കുടുംബത്തിലെ ബാക്കി എല്ലാവരും ഇത് കണ്ടുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. അവരെ ഇദ്ദേഹം പറഞ്ഞ് റൂമിൽ വിട്ടു, പോയി കിടന്നോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവരെല്ലാവരും പോയി കിടന്ന് ഉറങ്ങി എന്നുള്ളൊരു കാര്യമൊക്കെ പറയുന്നത് കേട്ടു. ലിറ്ററലി അതൊക്കെ കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതുകൂടാതെ വേറെയും കുറച്ച് സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പോലീസിനോട് പറഞ്ഞു എന്ന് പറഞ്ഞത് മാധ്യമങ്ങൾ വഴി അറിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് സംശയങ്ങൾ. എന്തായാലും നിങ്ങളെ ഞാൻ ഈ ഒരു വാർത്താ ചാനലിൽ വന്ന ഒരു വീഡിയോ ക്ലിപ്പിന്റെ കുറച്ച് പോർഷൻസ് കാണിക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ആലപ്പുഴയിലെ ഓമനപ്പുഴ കൊലപാതകത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നു. വീട്ടിൽ വൈകി എത്തിയതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെയാണ് ജാസ്മിനെ അച്ഛൻ ജോസ്മോൻ കൊലപ്പെടുത്തിയതെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റായി പുറത്തുവരുന്ന വിവരം. കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ചാണ് കഴുത്ത് ഞെരിച്ചത്. ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി. 24 ബ്രേക്കിംഗുമായി അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് ചേരുകയാണ്. അശ്വിൻ, ശരിക്കും ഒരു വാക്ക് തർക്കത്തിൻ്റെ പേരിൽ, ചെറിയൊരു നിസ്സാര പ്രശ്നത്തിൻ്റെ പേരിൽ വാക്ക് തർക്കം ഉണ്ടായി, അതൊരു കൊലപാതകത്തിലേക്ക് കലാശിച്ചു. ഒരു അച്ഛൻ എങ്ങനെയാണ് ഒരു മകളെ കഴുത്ത് ഞെരിച്ച് ഇങ്ങനെ കൊലപ്പെടുത്താൻ കഴിയുന്നത് എന്ന് ശരാശരി മലയാളിക്ക് മനസ്സിലാക്കാനും കഴിയില്ല. ശരാശരി മലയാളിക്ക് ഇന്നത് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇത് കേരളത്തിൽ നടക്കുന്ന ആദ്യത്തെ, സ്വന്തം മകളെ അച്ഛൻ ഇല്ലാതാക്കുന്ന ആദ്യത്തെ ഒരു സംഗതിയൊന്നുമല്ല, ഒരു കേസൊന്നും അല്ല. ഇതിനു മുമ്പും ഇതിനേക്കാട്ടിലും ക്രൂരമായ പല രീതിയിലും സ്വന്തം അച്ഛന്മാർ മക്കളെ ഇവിടെ ഇല്ലാതാക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇല്ലേ? നിങ്ങൾ പറ. നമ്മുടെ നാട് മുടിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്ന 100 പേരും അല്ലെങ്കിൽ 10 പേരും അതിനെ സപ്പോർട്ട് ചെയ്യും. സത്യമല്ലേ? മുടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്. ഓരോ ദിവസവും കഴിയുന്തോറും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മലയാളിക്കൊരു പുതുമയായ വാർത്തയൊന്നുമല്ല. പിന്നെ അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ, സ്വന്തം കുടുംബക്കാരുടെ ഫ്രണ്ടിൽ വെച്ചാണ് ഇത് ചെയ്തത്. എനിക്ക് കുറച്ച് സംശയങ്ങൾ ഇതിലുണ്ട്. ബാക്കിയും കൂടെ നിങ്ങളൊന്ന് കേൾക്കുക, എന്നിട്ട് ഞാൻ എൻ്റെ ആ സംശയങ്ങൾ വളരെ വ്യക്തമായി നിങ്ങളോട് പറയാം. എങ്കിലേ നിങ്ങൾക്കും അത് പ്രോപ്പറായിട്ട് മനസ്സിലാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇന്നലെ രാവിലെയാണ് ഈ ജാസ്മിൻ്റെ മരണം ഉറപ്പിക്കുന്നത്. അതിന് മുൻപ് വീട്ടിൽ നടന്ന ചില പ്രശ്നങ്ങളാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് പോകാൻ കാരണമെന്നാണ് ജോസ്മോൻ ഇന്നലെ പോലീസിന് നൽകിയ മൊഴി. ജോസ്മോൻ്റെ ഭാര്യ, അവരുടെ അച്ഛൻ, അമ്മ എന്നിവരടങ്ങുന്ന ഒരു കുടുംബമാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. ജോസ്മോൻ്റെ 2 പെൺകുട്ടികളാണ്. 2 പേരെയും വിവാഹം കഴിച്ച് അയക്കുകയും ചെയ്തു. അതിൽ ജാസ്മിൻ ഭർത്താവുമായി ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വിവാഹബന്ധം ഏർപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി കഴിഞ്ഞ 2 മാസക്കാലമായി ഈ ജോസ്മോൻ്റെ വീട്ടിലാണ് താമസം. 2 മാസമായിട്ട് ജോസ്മോന്റെ വീട്ടിലാണ്, അതായത് ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ, അല്ലെങ്കിൽ അച്ഛനും അമ്മയും അവരുടെ അച്ഛനും അമ്മയും പെങ്ങളും ഒക്കെ താമസിക്കുന്ന വീട്ടിലാണ് 2 മാസമായിട്ട് താമസിക്കുന്നതെന്നാണ് ഇന്നത്തെ വാർത്തയിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഇന്നലെ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോ പോയി നോക്കാം. അതിൽ ഞാനൊരു ചാനലിന്റെ വാർത്ത എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് പോർഷൻസ്. അതിൽ പറയുന്നത് കഴിഞ്ഞ 2 വർഷമായിട്ട് ആ പെൺകുട്ടിയുടെ വീട്ടിലാണെന്നാണ്. ഭർത്താവുമായി തെറ്റിയിട്ട് പെൺകുട്ടിയുടെ വീട്ടിലാണെന്ന്.
പക്ഷെ ഇതിൽ ഏതാണ് സത്യം? കൺഫ്യൂസിങ് ആണ് സത്യം പറഞ്ഞാൽ. ഇന്ന് നമ്മൾ അറിയുന്നു 2 മാസം, ഇന്നലത്തെ വാർത്തയിൽ 2 വർഷം. ഇത് മാധ്യമങ്ങളാണ് പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇതിനകത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഏതാണ് സത്യമെന്ന് എനിക്കും കറക്റ്റായിട്ട് അറിയില്ല. അത് റിപ്പോർട്ടിങ്ങിന്റെ പ്രശ്നമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷെ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യുന്നതൊന്നും അതല്ല. ഈ വീട്ടിൽ ആരൊക്കെയാ താമസിക്കുന്നത് നിങ്ങൾ കേട്ടല്ലോ. ഈ ജോസ്മോന്റെ ഭാര്യ, ആ ജോസ്മോന്റെ അച്ഛനും അമ്മയും, പിന്നെ സ്വന്തം മക്കള്, ജോസ്മോന്റെ 2 മക്കള്. ഇത്രയും പേരാണ് ആ വീട്ടിലുള്ളതെന്ന് പറയുന്നത്. ബാക്കിയും കൂടെ നിങ്ങളൊന്ന് കേക്ക്. അങ്ങനെ കഴിഞ്ഞ കുറേ നാളുകളായി രാത്രി വൈകി എത്തുന്നതും രാത്രി വൈകിയുള്ള യാത്രകളുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വീട്ടുകാരൊക്കെ ചോദ്യം ചെയ്യുകയും ചെയ്തു. അത് മിനിങ്ങാന്ന് രാത്രി ഒരു തർക്കത്തിലേക്ക് പോവുകയായിരുന്നു. അത് കുടുംബമടക്കം അമ്മയും വല്യച്ഛനും വല്യമ്മയും ജോസ്മോനും അടക്കം ഈ കാര്യം ജാസ്മിനെ വീട്ടിലെത്തുമ്പോൾ ചോദ്യം ചെയ്യുകയും ചെയ്തു. അതിൽ പ്രകോപിതയായിരുന്നു ജാസ്മിൻ. അങ്ങനെയാണ് ഈ കുടുംബവുമായി ജാസ്മിൻ ഒരു തർക്കത്തിൽ ഏർപ്പെടുന്നത്. ആ തർക്കത്തിനിടെ ജാസ്മിൻ്റെ കഴുത്തിൽ 2 കൈകൊണ്ടും ഞെരിക്കുകയും ഭിത്തിയിലേക്ക് ചേർത്ത് വയ്ക്കുകയുമാണ് ഉണ്ടായത്. അവിടെ വെച്ച് ഈ സമയം ജാസ്മിൻ അബോധാവസ്ഥയിലാവുകയും അവിടെ നിലത്തേക്ക് വീഴുകയും ചെയ്തു. ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന അമ്മയും വല്യമ്മയും വല്യച്ഛനും പരിഭ്രാന്തരായി. അവരെ ഇനി നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട, മുറിയിലേക്ക് പോക്കൂ, കിടന്നോളൂ എന്ന് പറഞ്ഞ് ജോസ്മോൻ തന്നെയാണ് അപ്പുറത്തേക്ക് മാറ്റിയത്. പിന്നീട് ബാക്കി നമുക്ക് കേൾക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളെ തന്നെ എക്സാമ്പിൾ ആക്കി വെക്കൂ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മകളുമായിട്ട് നിങ്ങളുടെ ഭർത്താവ്, ചേച്ചിമാരാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവ്, ചേട്ടന്മാരാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഭാര്യ മകളുമായിട്ട് വഴക്കുണ്ടാക്കുന്നു. ആ വഴക്കിനിടയ്ക്ക് മകളുടെ കഴുത്തിൽ എങ്ങാനും പിടിക്കുന്ന സമയത്ത് മകള് ബോധം കെട്ട് താഴെ വീഴുന്നു. ഓക്കെ, സ്നേഹമുള്ള ഒരു അച്ഛനും അമ്മയാണെങ്കിൽ ആ മോൾ അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു പോവോ? ഇപ്പൊ അച്ഛനാണ് ഇത് ചെയ്തതെങ്കിൽ അമ്മ മിണ്ടാതെ, അച്ഛൻ പറഞ്ഞു നീ പൊക്കോടി, നീ അകത്ത് പോയിരുന്നു, ഇത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു അമ്മ മിണ്ടാതെ അകത്ത് പോയി കിടക്കുമോ? ഇല്ലെങ്കിൽ അവിടെ വേറെയും ബന്ധുക്കൾ അവിടെ ഉണ്ടായിരുന്നു, വല്യമ്മയും വല്യച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവരെല്ലാം മിണ്ടാതെ അകത്ത് പോയി കിടക്കുമോ? അല്ല, എനിക്ക് അറിയാൻ പാടില്ല എന്ന് ചോദിക്കുക. എൻ്റെ ഒരു സംശയം അത്. ഈ ജോസ്മോൻ എന്ന് പറയുന്ന ആള് പോലീസിന് കൊടുത്ത മൊഴിയാണ്. പോലീസുകാരിത് കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിച്ചോ? ഇദ്ദേഹം ഇങ്ങനെ വഴക്കുണ്ടായ സമയത്ത് കഴുത്തിൽ കയറി പിടിച്ച സമയത്ത് ആ പെൺകുട്ടി ബോധരഹിതയായി താഴെ വീഴുന്നു. ബാക്കിയുള്ള കുടുംബക്കാരൊക്കെ അവിടെ നിപ്പുണ്ട്. വല്യമ്മയും വല്യച്ഛനും ആ പെൺകുട്ടിയുടെ അമ്മയൊക്കെ നിപ്പുണ്ട്. അവരോടല്ല ഇയാൾ പറയുകയാണ് നിങ്ങൾ പോയി കിടന്നുറങ്ങിക്കോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പോയി കിടന്നങ്ങ് ഉറങ്ങുമോ? അല്ല, ആ പെൺകുട്ടിയുടെ മരണം കാണേണ്ടവരാണെങ്കിൽ ചിലപ്പോൾ പോയി കിടന്ന് ഉറങ്ങും, അല്ലാത്തവർ പോയി കിടന്ന് ഉറങ്ങും. ഒന്ന് പാനിക് ആവില്ലേ? പ്രത്യേകിച്ച് ഈ ജോസ്മോന്റെയോ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ, ഈ ജോസ്മോന്റെ വൈഫിന്റെ അച്ഛനും അമ്മയൊക്കെ ആ വീട്ടിലുണ്ട്. ഇച്ചിരി പ്രായം ചേർന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും അവർ ഒച്ചയും ബഹളവും ഉണ്ടാക്കത്തില്ലേ? പെൺകുട്ടിയെ ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറയത്തില്ലേ? അല്ലാതെ മിണ്ടാതെ അവളവിടെ കിടന്നോട്ടെ, മാറിക്കോളും എന്ന് പറഞ്ഞങ്ങ് തള്ളുവോ? ഒരു പേടി ഉണ്ടാവില്ലേ? ഇനി എന്തെങ്കിലും ആ പെൺകുട്ടിയൊക്കെ പറ്റിയോ എന്നുള്ളൊരു പേടി ഉണ്ടാവില്ലേ? പ്രത്യേകിച്ച് കല്യാണമൊക്കെ കഴിച്ച് ആ ഭർത്താവുമായിട്ട് എന്തോ പ്രശ്നത്തിൽ വീട്ടിൽ വന്ന് നിൽക്കുന്ന ഒരു പെൺകുട്ടി, അവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ മിണ്ടാതിരിക്കുമോ? കുടുംബക്കാരെ വിടൂ, സ്വന്തം അമ്മ മിണ്ടാതിരിക്കുമോ? മിണ്ടാതെ പോയി കിടന്ന് ഉറങ്ങുമോ? എൻ്റെ ഒരു സംശയം. നിങ്ങൾ എന്നോട് പറ കേട്ടോ, നിങ്ങൾ പറ. എൻ്റെ ഒരു സംശയമാണ്. ഇത് പോലീസുകാരോ ഇത് അധികാരപ്പെട്ട ആരെങ്കിലും കാണുകയാണെങ്കിൽ അവരും കൂടെ ഇങ്ങനെ ഒന്ന് ചിന്തിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു പോയിന്റ് റേസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളും ഒന്ന് മനസ്സിലാക്കാം. ഞാൻ ഇനി പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാമല്ലോ. അങ്ങനെ ചെയ്യുമോ? എന്തായാലും നമുക്ക് ബാക്കി കേൾക്കാം. ഈ ജാസ്മിനെ വീണ് കിടന്നിടത്ത് നിന്ന് ജാസ്മിൻ്റെ തന്നെ കിടപ്പുമുറിയിലേക്ക് ജോസ്മോൻ കൊണ്ടുപോയി. അവിടെ കട്ടിലിൽ കിടത്തി റൂമിലുണ്ടായിരുന്ന തോർത്ത് കൊണ്ട് കഴുത്തിൽ കുരുക്കി മരണം സ്ഥിരീകരിക്കാൻ വേണ്ടി അത്തരത്തിലൊരു നടപടി കൂടി ജോസ്മോൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. മരണം ഉറപ്പിച്ച ശേഷം കട്ടിലിൽ സ്വാഭാവിക രീതിയിൽ കിടന്നുറങ്ങുന്ന രീതിയിൽ മൃതദേഹം വെച്ച ശേഷം കതകടച്ച് ജോസ്മോൻ ഒന്നും അറിയാതെ ഭാര്യയ്ക്കൊപ്പം പോയി കിടക്കുകയാണ് ചെയ്തത്. ആ രാത്രി ഈ കാര്യങ്ങൾ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ജോസ്മോൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. പിന്നീട് തൊട്ടടുത്ത ദിവസം, അതായത് ഇന്നലെ രാവിലെ സ്വാഭാവികമെന്നോണം ജോസ്മോൻ എണീക്കുകയും മകളെ വിളിച്ചിട്ട് എണീക്കുന്നില്ല, ബോധാവസ്ഥയിൽ റൂമിൽ കിടക്കുന്നുവെന്ന് വീട്ടുകാരോട് പറയുകയും വീട്ടുകാരത് അയൽവാസികളെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ അവരെത്തിയാണ് ജാസ്മിൻ ആശുപത്രിയിലേക്ക് നീക്കാനുള്ള നടപടികൾ ചെയ്തത്. അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് പഞ്ചായത്ത് മെമ്പറടക്കം ഇന്നലെ നമുക്ക് പ്രതികരണമായി നൽകിയതും. പിന്നീട് ആശുപത്രിയിലെത്തി ഡോക്ടർമാർക്ക് തോന്നിയ ചില സംശയങ്ങളാണ് ഈ കുടുംബക്കാരെ ചോദ്യം ചെയ്യുന്നതിലേക്ക് പോലീസിനെ എത്തിച്ചത്. അതിൽ ജോസ്മോൻ തന്നെ കുറ്റം സമ്മതിക്കുകയായിരുന്നു. പക്ഷേ ഇത്രത്തോളം ക്രൂരമായ കൊലപാതകമാണ് നടന്നതെന്ന് ഇന്നലെ ജോസ്മോൻ പറഞ്ഞിരുന്നില്ല. പിന്നീട് 6-7 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യൽ ഇന്നലെ രാത്രി വരെ തുടർന്നു. ആ ചോദ്യം ചെയ്യലിലാണ് എല്ലാ കുറ്റങ്ങളും ജോസ്മോൻ തന്നെ ഏറ്റുപറഞ്ഞത്. നിലവിൽ അല്ല, ഈ കുടുംബക്കാരെ ചോദ്യം ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ. കുടുംബക്കാരിങ്ങനെ അച്ഛനും മകളും ഒക്കെ ആയിട്ട് അതായത് ഈ കുടുംബക്കാരൊക്കെ നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ അമ്മയൊക്കെ നിൽക്കുന്ന സമയത്ത് ഈ അച്ഛൻ ഇങ്ങനെ കഴുത്തെ പിടിച്ചപ്പോൾ പെൺകുട്ടി ബോധരഹിതയായി താഴെ വീണ കാര്യങ്ങൾ വല്ലതും ഈ കുടുംബക്കാരോ അമ്മയോ വല്ലതും പോലീസിനോട് പറഞ്ഞോ? ഇല്ല, അതൊക്കെ വിടൂ. നിങ്ങൾ കേട്ടല്ലോ, ആ പെൺകുട്ടി കുടുംബത്തിന്റെ അച്ഛനും അമ്മയും വല്യമ്മയും വല്യച്ഛനും ഒക്കെ നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹം കഴുത്തേൽ പിടിക്കുന്നത്. പെൺകുട്ടി ബോധരഹിതയായി വീഴുന്നു. ഇവരെയൊക്കെ പറഞ്ഞ് റൂമിലേക്ക് വിടുന്നു. അതിനുശേഷം ആ പെൺകുട്ടിയെ ഈ അച്ഛൻ ജോസ്മോൻ എടുത്ത് പെൺകുട്ടിയുടെ റൂമിൽ കൊണ്ടിടുന്നു. അവിടെ വെച്ച് ഇദ്ദേഹം ആ പെൺകുട്ടിയുടെ മരണം കൺഫേം ചെയ്യുന്നു. അതായത് തോർത്തെടുത്ത് കഴുത്തേ കൂടെ. എന്നിട്ട് അന്ന് രാത്രി ആ പെൺകുട്ടിയുടെ അമ്മയോടോ ആരോടും ഇത് പറയുന്നില്ല. ഓക്കെ, അങ്ങനെയാണ് അദ്ദേഹം പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഈ
ലൈക്ക് കൺഫേം ചെയ്ത് ഈ പെൺകുട്ടിയെ ഇല്ലാതായിരിക്കിയ കാര്യം അദ്ദേഹം പറയുന്നില്ലെങ്കിൽ പോലും ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ഈ പെൺകുട്ടിയെ അവിടെ നിന്ന് ഇദ്ദേഹം എടുത്തുകൊണ്ട് പോകുമ്പോഴൊക്കെ എന്തായാലും ഈ അമ്മയോ അല്ലെങ്കിൽ ബന്ധുക്കാരും ഒക്കെ അവിടെ കാണുമല്ലോ. അല്ലാതെ ആ പെൺകുട്ടി അവിടെ കിടക്കുമ്പോഴത്തേക്ക് ഉടനെ ഈ അച്ഛൻ പറയുകയാണ് നിങ്ങളൊക്കെ പൊക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മൈൻഡ് ചെയ്യാതെ ഒന്നും മിണ്ടാതെ കയറി അങ്ങ് റൂമിൽ പോയി കഥകടച്ച് കിടന്നിട്ട് ഉറങ്ങുന്ന അമ്മയും ബന്ധുക്കാരും ആണെങ്കിൽ അവരെ ഒന്ന് സംശയിക്കണ്ടേ? അറ്റ്ലീസ്റ്റ് ആ പെൺകുട്ടിയെ അയാൾ എടുത്ത് റൂമിൽ കൊണ്ടുപോകുന്ന വരെയെങ്കിലും അമ്മ അവിടെ നിൽക്കുമല്ലോ. അപ്പോൾ ആ റൂമിൽ കൊണ്ടുപോകുന്ന അത്രയും നേരം ഈ പെൺകുട്ടി മിണ്ടാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒച്ചയൊന്നും കേൾക്കാതെ ശ്വാസമൊന്നും എടുക്കാതിരിക്കുന്ന കാണുമ്പോഴത്തേക്ക് സംശയം തോന്നില്ല. പിന്നെ പെൺകുട്ടി അപ്പം മരിച്ചിട്ടില്ല. ഇയാൾ കൺഫേം ചെയ്യുന്നത് അകത്ത് കൊണ്ടുപോയതിനു ശേഷം പിന്നെയും കഴുത്തിട്ട് മറ്റേ തോർത്തിട്ട് മുറുക്കിയിട്ടാണ്. ചിലപ്പോൾ അപ്പോഴായിരിക്കും കംപ്ലീറ്റ് ആയിട്ട് മരിച്ചത്. ആദ്യമേ ഇയാൾ പിടിച്ചപ്പോൾ ബോധരഹിതയായിരിക്കാം. പക്ഷെ അങ്ങനെ കിടക്കുമ്പോൾ പോലും ഏതെങ്കിലും ഒരു അമ്മ അങ്ങനെ ചെയ്യുമോ? മോൾ അങ്ങനെ കിടന്നോട്ടെ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ട് പോവുമോ? എന്തോ എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു പോർഷൻ അവിടെ നടന്ന ആ ഒരു സംഗതി അതങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. ഇനി ആ അമ്മയും ഇനി ആ ഒരു വല്യമ്മയും വല്യച്ഛനും ഇവരും ഒക്കെ ഇതിനകത്ത് എന്തെങ്കിലും ഒരു പങ്കുണ്ടോ? പിന്നെ ആ പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് 2 ആണെങ്കിലും ശരി, 2 വർഷമാണെങ്കിലും ശരി, 2 മാസമാണെങ്കിലും ശരി, ആ പെൺകുട്ടിയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ പെൺകുട്ടി രാത്രിയിൽ ജോലി കഴിഞ്ഞ് വരാൻ അല്ലെങ്കിൽ രാത്രിയിൽ എവിടുന്നോ ലേറ്റ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ആ പെൺകുട്ടിക്ക് ജോലിയുണ്ട്, ലബോറട്ടറി ആയിട്ടാണെന്നാണ് അറിയാൻ സാധിച്ചത്. പെൺകുട്ടി ലേറ്റ് ആയിട്ട് വരുന്നു. അതിലും പല കഥകൾ ഇനിയിപ്പോൾ എന്തായാലും വരും. നമുക്കും പല അസംഷൻസ് വരാം. ഒന്നുകിൽ ആ പെൺകുട്ടി, പിന്നെ നമുക്ക് അസംഷൻസേ പറയാൻ പറ്റുള്ളൂ. ആ പെൺകുട്ടിയുടെ ഇഷ്ടമാണ്, ആ പെൺകുട്ടിയുടെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്നുള്ളത്. മനസ്സിലായില്ലേ? അതിനകത്ത് ചോദ്യം ചെയ്യാൻ ഞാനും നിങ്ങളും ഒന്നും ആരും അല്ല. പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ചോദിക്കാം, പക്ഷെ അതിനും ഒരു ലിമിറ്റ് ഉണ്ട്. ഇങ്ങനെ ഇല്ലാതാക്കിക്കൊണ്ടായിരിക്കരുത് ചോദിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരു പാഠമാണിത്. പോയപ്പോൾ ആർക്ക് പോയി? ആ പെൺകുട്ടിയുടെ ജീവിതം പോയി. ആ അച്ഛൻ ഇനി ബാക്കിയുള്ള കാലം അകത്ത് പോയി കിടക്കാം. അതല്ലേ പോയില്ലേ? പോയപ്പോൾ 2 പേർക്കും പോയില്ലേ? ആ കുടുംബം കംപ്ലീറ്റ്ലി തകർന്നില്ലേ? ഇതെല്ലാം നമുക്കൊരു പാഠമാണ്. നമുക്ക് ആരെയും പിടിച്ച് കെട്ടിയിട്ടിട്ടൊന്നും ചെയ്യാം. ആ പെൺകുട്ടി എവിടെയാ പോയത്, എന്താണ് അതിൻ്റെ ബാക്ക്, ഞാൻ അതൊന്നും തപ്പുന്നില്ല. എനിക്കത് അറിയണ്ട, നിങ്ങളും അത് അറിയാൻ ശ്രമിക്കണ്ട. എന്തിന് പോയി? ഒന്നാമത് പോയി. പിന്നെ ഒരു പരിധിയിൽ കൂടുതൽ ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയില്ല. ആ പെൺകുട്ടി കല്യാണം കഴിച്ചു, അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ഇനി വേണമെങ്കിൽ നമുക്കൊരു പേഴ്സ്പെക്റ്റീവ് എന്നും പറയാൻ പോലെ നമുക്കൊരു അസംഷൻ പോലെ വേണമെങ്കിൽ പറയാം. ആ പെൺകുട്ടിക്ക് വേറെ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടായിരുന്നു, അതിൻ്റെ പേരിലായിരിക്കാം ചിലപ്പോൾ ഭർത്താവിൽ നിന്ന് ഇവിടെ നിൽക്കുന്നത്. ചിലപ്പോൾ രാത്രിയിൽ അയാളുമായിട്ട് കറങ്ങിയിട്ടൊക്കെ ചിലപ്പോൾ വീട്ടിൽ വരുന്നതായിരിക്കാം. ജസ്റ്റ് ഒരു അസംഷനാണ്. അത് ചിലപ്പോൾ ഈ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല, അവരതും പറഞ്ഞ് ചോദ്യം ചെയ്തു, വഴക്കുണ്ടായി. അങ്ങനെയും ആകാം. അവർ നാറുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ അത് പറയാത്തതായിരിക്കും, നമുക്കറിയില്ല. ഞാൻ വീണ്ടും പറയുന്നു, ജസ്റ്റ് ഒരു അസംഷനാണിത്. അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇനിയിപ്പോൾ അങ്ങനെ ആണെങ്കിൽ തന്നെ അത് നമ്മളെ കെയർ ചെയ്യുന്ന കാര്യമല്ല. ആ പെൺകുട്ടിയുടെ ഇഷ്ടമാണത്. പക്ഷെ അതിൻ്റെ പേരിൽ, എന്തിൻ്റെ പേരിലാണെങ്കിലും ആ അച്ഛൻ്റെ ഉള്ളിലുള്ള ഒരു ക്രൈം ഉണ്ടല്ലോ, ഒരു ക്രിമിനൽ മൈൻഡാണ് അവിടെ തെളിഞ്ഞത്. അതായത് ബോധരഹിതയായി വീഴുന്ന കുട്ടി വീട്ടുകാരെയൊക്കെ പറഞ്ഞ് അകത്ത് വിട്ടിട്ട് നേരെ ഈ കുട്ടിയെ എടുത്ത് റൂമിൽ കൊണ്ടുപോയി അവിടെ വെച്ചില്ലാതാക്കാനുള്ള ആ ഒരു മൈൻഡ് ഉണ്ടല്ലോ, അതൊരു ക്രിമിനൽ മൈൻഡ് തന്നെയാണ്. അതിന് അദ്ദേഹം ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. പക്ഷേ ആ കുടുംബക്കാരും ഇതിലൊക്കെ എന്തെങ്കിലും ഒരു പാർട്ടാണോ? അതാണ് എനിക്ക് അറിയാനുള്ളത്. പിന്നെ അയാൾ തന്നെ അങ്ങ് ഏറ്റെടുത്തതായിരിക്കാം. അങ്ങനെയാണോ? എൻ്റെ ഒരു സംശയമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പ്രിയപ്പെട്ടവരെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.